ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം കുറച്ച് ടിപ്സുകളൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് കുറച്ചെടുത്ത് ഹസ്ബൻഡിനായാലും എനിക്കായാലും പിന്നെ നമ്മൾ ഡോക്ടർ പറഞ്ഞ ക്ലിനിക്കിലെ ഡോക്ടർ പറഞ്ഞ ടിപ്പുകളും പിന്നെ ഈ മരുന്നും കൂടിയൊക്കെ ആയപ്പം ഞാൻ വലിയ പ്രതീക്ഷ ഒന്നും വെച്ചില്ല. കാരണം നമുക്ക് എപ്പോഴും ഈ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ, പക്ഷേ ഒന്നും നടക്കാറില്ലാത്തുള്ളത് വലിയ പ്രതീക്ഷ ആ മാസം വെച്ചില്ല. വെറുതെ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഇന്നാണ് ഡേറ്റെങ്കിൽ പിറ്റേ ദിവസം ഞാൻ നോക്കി കഴിഞ്ഞപ്പം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പോസിറ്റീവ് കാണിച്ചായിരുന്നു. പക്ഷേ ഉള്ളൊന്ന് സന്തോഷിച്ചെങ്കിലും പുറമേ ഞാൻ സന്തോഷിച്ചില്ല. കാരണം നമുക്ക് ഇത് എപ്പോഴും കാണിക്കലാണ്, പക്ഷേ പിന്നീട് ആ സന്തോഷം നിലനിന്ന് പോകാറില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. 48 മണിക്കൂറാണോ 24 മണിക്കൂറാണോ എന്നറിയില്ല വെച്ച് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. പിന്നെ ടെസ്റ്റ് ചെയ്തെങ്കിൽ 48 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഡോക്ടർ റിസൾട്ട് ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞു ഇതും അത്ര നല്ലതൊന്നുമല്ല, കാരണം ഇരട്ടി ആവേണ്ടതാണ്. ഇന്ന് ടെസ്റ്റ് ചെയ്തതിനേക്കാളും ഇരട്ടി ആവേണ്ടതായിരുന്നു, പക്ഷേ എനിക്ക് ഇരട്ടി ആയില്ല. കുറച്ച് കുറവുള്ളതുകൊണ്ട് ഇത് നല്ലതൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് കരച്ചിലിപ്പോൾ ഞാൻ സിമ്പിളായിട്ടാണ് പറയണേ, പക്ഷെ സിമ്പിളല്ല കേട്ടോ. അത് വല്ലാത്തൊരവസ്ഥയാണ്, നമുക്ക് ആ അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പം അവിടെ ഇരുന്ന് കരച്ചിലും വീഴ്ചയിലൊക്കെ ആയിരുന്നു. കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം, സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിട്ടു. എന്നാലും ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ സ്കാനിൻ്റെ 2 ആഴ്ച ഇനിയുണ്ട്. കാരണം ഞാൻ 5 ആഴ്ച ആയപ്പോഴാണ് തോന്നുന്നത് പോയത്. 7 ആഴ്ചയിലാണ് എനിക്ക് സ്കാൻ ചെയ്തത്. അങ്ങനെ സ്കാൻ റൂമിൽ കയറി. വേറെ ഡോക്ടറാണ് സ്കാൻ റൂമിൽ. അപ്പോൾ ആ ഡോക്ടർ നമുക്ക് സ്കാൻ ചെയ്യുന്തോറും ഓരോന്നും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് വേറെ കുഞ്ഞുങ്ങൾ എത്ര എണ്ണമുണ്ട്, വേറെ പിന്നെ എന്താണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണോ അതോ വേറെ അല്ലാണ്ടായതാണോ എന്നൊക്കെ ചോദിച്ചിരുന്ന PCOD ഒക്കെ ഉള്ളതുണ്ടായിരുന്നോ, അങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇങ്ങനെ അവരോട് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു, നേഴ്സിനോട് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. 2 സാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി 2 എണ്ണം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു മിഞ്ചു എന്തെങ്കിലും മനസ്സിലായോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, പക്ഷെ 2 എണ്ണം ഉണ്ട്. പക്ഷെ അത് എന്താണ് കുഴപ്പങ്ങളുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല അമ്മ, 2 എണ്ണം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഞങ്ങളെ വിളിച്ചു. ഡോക്ടർ വിളിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ലോട്ടറി അടിച്ചല്ലോ നിനക്കെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം ചിലപ്പോൾ ഇരട്ട കുഞ്ഞുങ്ങളായതുകൊണ്ടായിരിക്കാം എന്ന് എനിക്കറിയാലോ. ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിന് എൻ്റെ മുഖത്ത് വലിയ ഇതില്ലാത്ത ഇങ്ങനെ ഒരു നെട്ടലില്ലാത്തത് കൊണ്ടായിരിക്കാം ഡോക്ടർ തന്നെ നിനക്ക് ഇരട്ട കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സന്തോഷിച്ചു. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു ഡോക്ടറിന് ഇനി അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 7 ആഴ്ചത്തെ വളർച്ച നിനക്കിപ്പോൾ 7 ആഴ്ചത്തെ വളർച്ച കുഞ്ഞുങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ എനിക്കറിയത്തില്ല. എൻ്റെ കുഞ്ഞ് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞു. കാരണം അത്രയും നേർച്ചകളുണ്ട് കേട്ടോ. നമ്മളന്ന് അത്രയും പറഞ്ഞെങ്കിലും നേർച്ചകളും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ എന്നോട് പറഞ്ഞു ബെഡ് റെസ്റ്റാണ്, നിനക്ക് ബാത്റൂമിൽ പോകാൻ മാത്രം നീ എഴുന്നേൽക്കാൻ പറ്റത്തുള്ളൂ, ഫുൾ ബെഡായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ പോകാതെ ഇരിക്കാനുള്ള ഇഞ്ചക്ഷൻ ഉണ്ട്, അത് നിനക്ക് വീട്ടിൽ കൊണ്ടുപോയി സ്വന്തമായിട്ട് എടുക്കാനുള്ളൂ. അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു ഞങ്ങളിവിടെ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വന്ന് ഞങ്ങൾ എടുക്കണ്ടായിരുന്നു, ആഴ്ചയിൽ വന്ന് എടുക്കുമായിരുന്നു. ബെഡ് റെസ്റ്റ് 3 മാസം വരെ നല്ല ഛർദിയായിരുന്നു. പല്ലേക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. പല്ലേക്കാനായിട്ട് കഴിയണ വരെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രസവം കഴിയണ വരെ പല്ലേക്കാനേ പറ്റത്തുണ്ടായിരുന്നില്ല. ബ്രഷ് വായിലിടുമ്പോൾ തന്നെ ഛർദിയായിരിക്കും. രാവിലെ എഴുന്നേൽക്കും ഛർദി. അങ്ങനെ മൊത്തത്തിൽ ഛർദിയും 3 മാസം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഛർദി. പിന്നെ പല്ല് വയ്ക്കുമ്പോൾ എപ്പോഴും എല്ലാ ദിവസവും ഉണ്ട്, അതിൻ്റെ ഒരു ചടങ്ങാണ്. പിന്നെ അങ്ങനെ ഒരു 3 മാസമൊക്കെ ആയി. 3 മാസത്തിൽ സ്കാൻ ചെയ്ത് നോക്കി, അപ്പോഴും കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുങ്ങളെ എനിക്ക് കാണിച്ചു തന്നായിരുന്നു. സന്തോഷം, ഹാപ്പിയായി ഞാൻ. പിന്നെയും 5 മാസമായപ്പം പിന്നെയും സ്കാൻ ചെയ്തായിരുന്നു. അപ്പോഴും ഞാൻ ഹാപ്പി ആയിരുന്നു. ഒരു 6 മാസം ആയപ്പോൾ എനിക്കൊരു പെയിൻ വന്നായിരുന്നു. പെയിൻ വന്നു കഴിഞ്ഞപ്പം
ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചു. അപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടോ എന്ന് നോക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ മൂത്രത്തിൽ പഴുപ്പാണെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യണം, ഇല്ലയെന്നുണ്ടെങ്കിൽ നിനക്ക് വീട്ടിൽ പോവാം, എന്താണെന്ന് നമുക്ക് നോക്കാൻ പറഞ്ഞു. അങ്ങനെ മൂത്രം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മൂത്രത്തിൽ പഴുപ്പില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവർക്ക് പ്രസവത്തിൻ്റെ ആരംഭം തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കിതുപോലെ വേദന വന്നു കഴിഞ്ഞപ്പം പിന്നെയും ഇതുപോലെ വേദന വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ലേബർ റൂമിലേക്കാണ് പോയത്. അപ്പോൾ ലേബർ റൂമിൽ നിന്ന് ഡോക്ടർ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്താണ് നമുക്ക് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്താന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഷുഗർ ഇത്തിരി കൂടുതലാണ്, മൂത്രത്തിൽ പഴുപ്പില്ല, ഷുഗർ ഇത്തിരി കൂടുതലാണെന്ന് പറഞ്ഞ് എന്നെ അവിടെ കിടത്തി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ 3 ദിവസം കൊണ്ട് ഞാൻ ഷുഗറൊക്കെ കുറച്ച്. അല്ലെങ്കിൽ ഞാൻ ഏത്തപ്പഴം കഴിക്കുമായിരുന്നു, പഴമൊക്കെ കുറച്ച്, മധുരമൊക്കെ കുറച്ച്, അരി ഭക്ഷണം കുറച്ച് എല്ലാം കൺട്രോൾ ചെയ്ത് ഞാൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 8 മാസമൊക്കെ ആയപ്പം എനിക്ക് പിന്നെയും വേദന പോലെ വന്നു. ഞാൻ ലേബർ റൂമിലേക്ക് പോയി. അപ്പോൾ അവർ പറഞ്ഞു നിനക്ക് തോന്നിയതായിരിക്കും, മൂത്രത്തിൽ പഴുപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മൂത്രത്തിൽ പഴുപ്പുണ്ടെന്ന് പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞ് മൂത്രത്തിൽ പഴുപ്പുണ്ട്, ഡോക്ടറിനെ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഡോക്ടർ പോയായിരുന്നു. ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്നോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞ് മെഡിസിനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെഡിസിനൊക്കെ തന്ന് നമ്മൾ വെള്ളം കുടി. പക്ഷേ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് നമ്മൾ പോകാനായിട്ട് ഇപ്പോൾ ഞായറാഴ്ച ദിവസം വിട്ടില്ല. ഡോക്ടർ പറഞ്ഞ് പിറ്റേ ദിവസം സ്കാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം സ്കാനിങ് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം സ്കാനിങ്ങിന് പോകാൻ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും വയറുവേദന വന്നു. അങ്ങനെ പിന്നെയും വെള്ളം കുടിയായി, പിന്നെ ചിലപ്പോൾ ഗ്യാസ് കയറിയതായതുകൊണ്ട് ഭക്ഷണം കഴിച്ച്